ഇനി അരച്ചെടുക്കാം. നമ്മൾ ചോറിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കേ. കുഴച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. ഇത് മതിയാവും ജാനകി. ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തറവാട്ടിൽ വന്നിട്ടായില്ലേ. അപ്പോൾ ലതിയും പിള്ളേരെല്ലാം പിന്നെ ഓള് വീട്ടിൽ പോയി കണ്ടങ്ങാളി. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ നേരെ തറവാട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇരുന്ന തറവാട്ടിൽ നിന്നാണ്. അപ്പോൾ അമ്മ എന്തെല്ലാം കറി വെക്കുന്നുണ്ടോ നോക്കാൻ. ആദ്യം ആരും കാണുന്നില്ലല്ലോ. അമ്മ അടുക്കളയുടെ ഉള്ളിലുണ്ടാവും. അമ്മേ, എന്നാ കറി വെച്ചിനി? അതെയാ, കുറച്ച് സാമ്പാറ്. സാമ്പാറ്, ഇത് ചായ മനസ്സ് വറുത്തത് അല്ലേ? ചായ മനസ്സ് വറവാക്കിയിട്ടുണ്ട്. ഇനി എന്നാക്കുന്നുണ്ടാ? എന്ത് ചമ്മന്തി? ഓ, കരിയാമ്പല ചമ്മന്തി. അമ്മ എന്നാക്കിയല്ലേ? എന്നാ പിന്നെ വേഗം നോക്കിക്കോ, എന്നിട്ട് വേണം ചോറ് കഴിക്കാൻ. അച്ഛനടുത്തു അച്ഛനുണ്ട്. അച്ഛാ, അമ്മ ഇതാന്ന് ചേരുവ. അപ്പൊ നമ്മുടെ കറിവേപ്പില ചമ്മന്തിയിൽ കൊണ്ടുവന്ന ചേരുവകൾ അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളകുണ്ട് 2-3 ചെറിയ ഉള്ളി, നമ്മുടെ വാളംപുളി, ഇഞ്ചി കഷ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി. അമ്മയുടെ തേങ്ങ ചെരുവുന്നുണ്ട്. ചമ്മന്തിയിലേക്ക് എന്തായാലും പിന്നെ തേങ്ങ വേണമല്ലോ. തേങ്ങ അല്ലമ്മേ, പിന്നെ ഉപ്പുമല്ല പാകത്തിന്. അപ്പൊ തേങ്ങ അമ്മ ചെറി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ആക്കാം അല്ലേ? അമ്മ കറിവേപ്പിലെല്ലാം ഈർന്നിടുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക്. പിന്നെ ഒരു പാത്രം വെക്കുന്നുണ്ട്, ചട്ടി, വെളിച്ചെണ്ണ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അടുത്ത നമ്മ കറിവേപ്പില എന്നാ ഇട്ട് കൊടുത്ത്. വെളിച്ചെണ്ണ കുറച്ച് വാട്ടിയെടുക്കണം അല്ലേ? അമ്മ നമ്മുടെ വാളംപുളിയിൽ കുരുകൊണ്ട് നോക്കുന്നുണ്ടേ. കുരുവോടി അവരെ കൊണ്ടിട്ടല്ലേ അല്ലമ്മ? മുമ്പിലത്ര വാളംപുളി ഉണ്ടാവുന്ന നല്ല വീടിയല്ലോ. നമുക്കിപ്പം വാളംപുളി ഇല്ല. എന്താ കുരുണ്ടാ? ആ കുരു കളഞ്ഞ. അപ്പൊ നമ്മുടെ കറിവേപ്പില കുറേശ്ശെ മുരിഞ്ഞു വരുന്നുണ്ടേ. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി അല്ലേ? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അല്ലേ? പച്ചമുളക്. അപ്പൊ നമ്മുടെ ഉള്ളിയെല്ലാം ചെറുങ്ങനെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത നമ്മ തേങ്ങ അല്ലേ? തേങ്ങ ഇട്ട് വന്നാല് തേങ്ങ, അടുത്ത പുളി അല്ലേ? ലക്ഷം പുളി. പാകത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. മതിയമ്മ? കുറച്ചും കൂടി ഇടുന്നുണ്ട്.
എടുത്തു നോക്കാം. തണിയിട്ട് തണിയണം അല്ലേ? ആ അപ്പൊ ഇതൊന്ന് തണിയട്ടെ, എന്നിട്ട് ഇറക്കട്ടെ അല്ലേ? ആ ഇട്ട് കൊടുക്കാം. ഇത് പിടിക്കൂലമ്മേ? പിടിക്കും. വെള്ളം ഒഴിക്കണമ്മേ? ആ കുറച്ച് വയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടമ്മേ, ലേശം മതി അല്ലേ? അപ്പൊ നമ്മള് ചമ്മന്തി അരച്ചായിട്ടുണ്ടേ, തുറക്കമ്മേ. എന്താ നല്ല പച്ച ചമ്മന്തി അല്ലേ? പ്ലേറ്റിലേക്ക് മാറ്റാ. ഇതിലേക്ക് മാറ്റാം. സൈഡിലും ഉണ്ടമ്മേ. ഇനി അടുത്തമ്മേ? ഇനി വറുത്തിടണം. ആ ഇനി ഇതിലേക്ക് വറുത്തും ഇടണേ. കടുവും പൊരിയും. കടുവും കറിയാമല്ലി അല്ലേ? അപ്പോൾ കടുവും കറിയാമല്ലി ഇനി ഇതിലേക്ക് വറുത്തിടണേ. എന്നാ പിന്നെ നമ്മളെ ചമ്മന്തി ആയി. അപ്പൊ നമ്മുടെ തേങ്ങ ഇതാക്കിയ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുവും, ഈ അധികം കിട്ടുന്നുണ്ടമ്മേ. ചേട്ടയും തോന്നുന്നു ആ ഭാഗത്ത് ചേട്ടയുണ്ട്, അത് അപ്പുറത്ത് നല്ലോണം കിട്ടും. അപ്പൊ നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കേ. സൈഡിലതാ അങ്ങനെ നമ്മുടെ രുചികരമായ കറിവേപ്പില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അച്ഛ ചോറ് കഴിക്കാനായിട്ടേ? അച്ഛന് സമയത്തിന്റെ കണക്കെല്ലാം ഉണ്ടേ. 1:15 അച്ഛൻ ഭക്ഷണം കഴിക്കൂല. ഞാൻ കഴിക്കട്ടെ എന്നാല്? ആ ഞാൻ ഭക്ഷണം കഴിക്കാം, എനിക്ക് വിശക്കുന്ന നല്ലോണം. അപ്പൊ നമ്മുടെ ചോറ്, സാമ്പാറ്, ചായ മനസ്സ വറവ്, നമ്മുടെ സ്പെഷ്യൽ കറിവേപ്പില ചമ്മന്തി. ആദ്യം നമ്മുടെ ചമ്മന്തി തന്നെ നമ്മൾ ചോറിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കേ, കുഴച്ചിട്ട്. ഇത് മൊത്തം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചമ്മന്തി അടിപൊളിയാണ് കേട്ടാ, ഒന്നും പറയാനില്ല, സൂപ്പർ. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, സംഭവം അടിപൊളിയാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. ഞാൻ ഇത് മൊത്തം കൂട്ടിയിട്ടാണ് ഇപ്പൊ ചോറ് കഴിച്ചത്. എന്നാ പിന്നെ ഞാനിത് കഴിക്കട്ടെ.